ഇന്നുണ്ടല്ലോ ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ളൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് തരാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണല്ലോ ചട്ടിപ്പത്തിരി. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കുമാണ്. കോഴിക്കോടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്കാണ്. മറ്റുള്ള ഡിസ്ട്രിക്റ്റുകാരൊക്കെ ചോദിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കോഴിക്കോടുകാരുടെയും മലബാറുകാരുടെയും ചട്ടിപ്പത്തിരി എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഞാൻ 250 ഗ്രാം മൈദയും ഒരു നുള്ളുപ്പും അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും നോർമൽ വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയും സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റായിട്ട് കുഴയ്ക്കുക. ഏകദേശം ഒന്ന് കുഴഞ്ഞ് വന്നിട്ട് നമ്മൾ കുറച്ചൊരു ഓയിലും കൂടെ എടുത്ത് നല്ലപോലെ ഈ ഡോവിനെ നല്ലപോലെ സോഫ്റ്റായിട്ടൊന്ന് കൂടെ കുഴച്ച് മാറ്റിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. കുറച്ച് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ഡോവിനെ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ റൗണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സൈഡൊന്നും പൊട്ടാത്ത വിധത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു ക്ലീൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് മാറ്റി വെക്കുക. ഒരു ഹാഫ് ആൻ അവറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം നമുക്ക് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള കാഷ്യൂസും റൈസിൻസും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അതാണ് ഈ ചട്ടിപ്പത്തിരിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഓരോരോ ലെയേഴ്സിലും ഇങ്ങനെ കാഷ്യൂസും ഒക്കെ ഉണ്ടാവാറുള്ളൂ. നമ്മൾ കുഴച്ച് മാറ്റി വെച്ച് ഈ ഡോവ് ഉണ്ടല്ലോ, ഡോവ് അത്രയും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനെ ഒരു 10-12ഓളം ചപ്പാത്തി ഉണ്ടാക്കണം. ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് അതിനെ റൗണ്ട് ഷേപ്പിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു നൈസായിട്ട്, എത്രയും നൈസായിട്ട് ചപ്പാത്തി നമുക്ക് പരത്താൻ പറ്റുന്നു അത്രയും നൈസായിട്ട് ചപ്പാത്തി പരത്തി മാറ്റി വെച്ച് അതിനെ ആ ചപ്പാത്തി ഒരു ഹാഫ് വേവിൽ, ഒരു ഹാഫ് കുക്കാക്കി എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്നും പെർഫെക്റ്റായിട്ട് റൗണ്ട് ആവണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷേ ഏത് കണ്ടെയ്നറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് തന്നെ ചട്ടിപ്പത്തിരിക്ക് വന്നോളൂ കേട്ടോ. നമുക്കൊരു 12 ചപ്പാത്തിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 10 കോഴിമുട്ട എടുത്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 500 ml പാലാണ്. ഈ പാലിനെ നല്ലപോലെ ഒന്ന് ചൂടാക്കുക. അതിൻ്റെ പാലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇളക്കി കൊടുക്കുക. അടി പിടിച്ച് പോകാൻ പാടില്ല. അടി പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോയതാണ്. പിന്നെയുള്ളത് കസ്കസ് ഒന്ന് റെഡിയാക്കി വെക്കുക, അതായത് വൈറ്റ് കസ്കസ്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി. ഇതിനുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള കാഷ്യൂ മുന്തിരിയൊക്കെ അതും വറുത്ത് വെച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പായ ഓരോരോ ചപ്പാത്തിയും മുട്ടയിലെ മിക്സിയിൽ മുക്കിയിട്ട് ഫ്രൈ പാനിലോട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും താഴെ വെക്കുന്ന ചപ്പാത്തി ഒരുപക്ഷെ കരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് പറിച്ച് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തിയുടെ മുകളിലാണ് നമ്മൾ കാഷ്യൂസും നട്ട്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ അടുത്ത ചപ്പാത്തി എടുക്കുന്നത് അത് ഈ മുട്ടയുടെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ പാനിലിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ ഓൾട്ടർനേറ്റായിട്ട് ഓരോരോ ലെയർ കംപ്ലീറ്റ് ചെയ്യുക. നട്ട്സും കസ്കസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ലെയർ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ എത്ര ചപ്പാത്തിയാണ്, ഒരു 10-12 ചപ്പാത്തിയൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു
1 കിലോയുടെ ചട്ടിപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ 12 എണ്ണം വെച്ച് ഇങ്ങനെ ലേസാക്കി വെച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള മുട്ടയുടെ സൊല്യൂഷൻ ഇതിലോട്ട് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അടിച്ച് വെച്ചേക്കുക. ഒരു 20 മിനിറ്റ്സ് അത്രയൊക്കെ മതിയാവും. 20 മിനിറ്റ്സ് മാക്സിമം ഒരു 30 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചട്ടിപ്പത്തിരി കിട്ടും. വേണമെങ്കിൽ ഉള്ളിലൊക്കെ വെന്തുണ്ടോ നോക്കണമെങ്കിൽ ഒരു ഈർക്കിലെടുത്തിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കുത്തി നോക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്മേൽ പറ്റി പിടിക്കുന്നില്ല, ഈ ഈർക്കുമേൽ പറ്റി പിടിക്കുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു വേറൊരു ഫ്രൈ പാനിലോട്ട് മാറ്റിയിട്ട് അതിനൊന്ന് ഫ്ലിപ്പ് ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് അതിനൊന്ന് ചൂടാക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സൈഡൊക്കെ നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത്രയും സോഫ്റ്റായിട്ട് അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അങ്ങനെ അടുത്ത് വേണമെങ്കിൽ മുകൾ ഭാഗം ഒന്ന് ചൂടാവണമെങ്കിൽ അടുത്തൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ടൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു സിമ്മിലിട്ടൊന്ന് എടുത്ത് മാറ്റി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.